ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം നോക്കാം. സോ പീരിയോഡിക് ടേബിൾ ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിലെ എലമെൻസിന് അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ. പീരിയോഡിക് ടേബിളിൽ നമുക്ക് 118 എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സിനെ 18 ഗ്രൂപ്പുകളിലായും 7 റോസിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 1-2 ഗ്രൂപ്പുകളിലുള്ള എലമെൻറ്റ്സ് എല്ലാം മെറ്റൽസ് ആണ്. ദെൻ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ്സിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ മെറ്റൽസ് വരുന്നുണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാമെങ്കിൽ ഈ പീരിയോഡിക് ടേബിളിൽ ആ എലമെൻറ്റിൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് ആറ്റം മോഡൽസ് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം നമ്മളെ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ വരുന്നത് ന്യൂക്ലിയസ് ആണ്. ആൻഡ് ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദി ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ആൻഡ് ന്യൂക്ലിയസ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് സർക്കുലാർ പാത്തിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതെന്നാണ് ബോർ മോഡൽ ഓഫ് ആറ്റം പറയുന്നത്. സോ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഒരുപാട് ഇങ്ങനത്തെ ഷെല്ലുകളുണ്ട്. അതാണ് നമ്മളെ ഇലക്ട്രോണിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഷെല്ലുകൾക്ക് നമ്മൾ KLM എന്നിങ്ങനെ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ ഷെല്ലാണ്, അതായത് ന്യൂക്ലിയസിനോട് ഏറ്റവും തൊട്ടടുത്തുള്ള ഷെല്ലാണ് ഷെൽ എന്ന് പറയുന്നത്. ഷെല്ലിൻ്റെ ഷെൽ നമ്പർ വരുന്നത് 1 ആണ്. കെക്ക് ശേഷം വരുന്ന ഷെല്ലാണ് ഷെൽ. ഷെല്ലിൻ്റെ നമ്പർ 2 ആണ്. ദെൻ കഴിഞ്ഞാൽ L, M, N അങ്ങനെ ഷെല്ലിൻ്റെ നമ്പർ വരുന്നത്. സോ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഷെല്ല് ആയതുകൊണ്ട് തന്നെ ആ ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനോട് വളരെ അട്രാക്റ്റഡ് ആയിരിക്കും. അതായത് ന്യൂക്ലിയസുമായിട്ട് ആകർഷണം വളരെ കൂടുതലായിരിക്കും ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ചിട്ട് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എനർജി കൂടി വരികയാണ് ചെയ്യുക. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയുകയും ചെയ്യും. സോ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള ഷെല്ലിലെ ഇലക്ട്രോണിനായിരിക്കും ന്യൂക്ലിയസുമായിട്ട് അട്രാക്ഷൻ കൂടുതലുണ്ടാവുക. As the distance from the nucleus increases, the energy of the electrons in the shell increases, and also the attractive force between nucleus and the electron decreases. സോ ഇങ്ങനെയാണ് ബോർ മോഡൽ ഓഫ് ആറ്റം വരുന്നത്. അപ്പോൾ നമ്മൾക്ക് സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം ബോർ മോഡൽ പറഞ്ഞിട്ടുള്ളത് ഷെല്ലുകളിലാണ് ഈ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഷെല്ലുകളാണ് ഇലക്ട്രോൺസിനെ അക്കമഡേറ്റ് ചെയ്യുന്നതെന്നാണ്. ആക്ച്വലി ഈ ഷെല്ലുകളിലല്ല ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ആൻഡ് ദീസ് ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ഇറ്റ്സ് സബ് എനർജി ലെവൽസ്. അതായത് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലുകളുണ്ട്, അവിടെയാണ് നമ്മൾ ഇലക്ട്രോൺസിനെ കാണാൻ വേണ്ടി പറ്റുക. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് എനർജി ലെവൽ ആർ അറേഞ്ച്ഡ് ഇൻ ഇറ്റ്സ് സബ് എനർജി ലെവൽസ്. ദേ ആർ കോൾഡ് സബ് ഷെൽസ്. അപ്പോൾ ഓരോ ഷെല്ലിനും സബ് ഷെല്ലുകളുണ്ട്, ഊർജ നിലകളുണ്ട്. അവിടെയാണ് ആക്ച്വലി ഇലക്ട്രോൺസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പം ഓരോ ഷെല്ലിനും ഓരോ നമ്പറില്ലേ, ആ ഷെൽ നമ്പർ എത്രയാണോ അത്ര തന്നെയാണ് ആ ഷെല്ലിനുള്ള സബ് ഷെല്ലുകളുടെ എണ്ണം. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഷെല്ലായ ഷെൽ ഒഴികെ ബാക്കി എല്ലാ ഷെല്ലുകൾക്കും ഒന്നിൽ കൂടുതൽ സബ് ഷെല്ലുകളുണ്ട്. അപ്പോൾ ഷെല്ലിൻ്റെ സബ് ഷെൽ എന്ന് പറയുന്നത് S ആണ്. ഷെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെൽ നമ്പർ 2 ആണ് വരുന്നത്. സോ ഇറ്റ് ഹാസ് 2 സബ് ഷെൽസ്. ദേ ആർ S and P. ഇനി ഷെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെൽ നമ്പർ 3 ആണ്. സോ ഇറ്റ് ഹാസ് 3 സബ് ഷെൽസ്. അപ്പം അതിൽ S ഉണ്ട്, P ഉണ്ട്, ദെൻ
ഡി സബ് ഷെല്ലും ഉണ്ട്. എൻ എന്ന് പറയുന്ന ഷെല്ലിൻ്റെ ഷെൽ നമ്പർ വരുന്നത് 4ആണ്. സോ ഇറ്റ് ഹാസ് 4 സബ് ഷെൽസ് ആൻഡ് ദേ ആർ എസ്, പി, ഡി ആൻഡ് എഫ്. അപ്പോൾ 4 സബ് ഷെല്ലുള്ളത് എൻ ഷെല്ലിനാണ്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ ഷെല്ലിനും കോമൺ ആയിട്ട് എസ് സബ് ഷെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, എങ്ങനെയാണ് ഇത് ഒന്നാമത്തെ ഷെല്ലിൻ്റെ, അതായത് കെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലാണെന്നും അതേപോലെ ഇത് എൻ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലാണെന്നും നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ലേ? അതുകൊണ്ട് നമ്മൾ ഈ സബ് ഷെല്ലിന് പേര് കൊടുക്കുമ്പം അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഷെൽ നമ്പറും കൂടെ ഈ സബ് ഷെല്ലിൻ്റെ കൂടെ ചേർത്തിട്ടാണ്. അതായത് ഒന്നാമത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിനെ നമ്മൾ 1s എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. രണ്ടാമത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിനെ നമ്മൾ 2s എന്ന് റെപ്രസെൻ്റ് ചെയ്യും. രണ്ടാമത്തെ ഷെല്ലിന് 2 സബ് ഷെല്ല് വരുന്നുണ്ട്, എസ്സിനെ കൂടാണ്ട് അതിന് പി സബ് ഷെല്ലും കൂടെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ 2p എന്ന് പറയും. മൂന്നാമത്തെ ഷെല്ലിനത് സബ് ഷെല്ലുകൾ എപ്പോഴും നമ്മൾ 3s, 3p, 3d എന്നിങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ആൻഡ് നാലാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെല്ലുകളെ 4s, 4p, 4d ആൻഡ് 4f ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ ഷെല്ലിലും അതിന് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മളെ കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസിന് മാത്രമേ അതിനെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എൽ ഷെല്ലാകുമ്പം 8 ഇലക്ട്രോൺസിന് അതിനെ അക്കമഡേറ്റ് ചെയ്യാം. എം വരുമ്പം 18 ഇലക്ട്രോൺസിനെയും എൻ ഷെല്ലിന് 32 ഇലക്ട്രോൺസ് 32 ഇലക്ട്രോൺസിന് അതിനെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2n² എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണ് ഓരോ ഷെല്ലിലും മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റാം. അപ്പോൾ അതിൽ കെ ഷെല്ലിൻ്റെ സബ് ഷെല്ലായിട്ട് വരുന്നത് 1s ഷെല്ലാണല്ലോ. അപ്പം കെക്ക് ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ. അപ്പം 1s അല്ലെങ്കിൽ എസ് സബ് ഷെല്ലിന് ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസിൻ്റെ എണ്ണവും 2 തന്നെയായിരിക്കും. എൽ ഷെല്ലിൻ്റെ കേസ് വരുമ്പം അതിന് 2 സബ് ഷെല്ലുണ്ട്, എസ്സും ഉണ്ട് പിയും ഉണ്ട്. അതിനെ നമ്മൾ 2s എന്നും 2p എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊരു എസ് സബ് ഷെല്ലായിക്കോട്ടെ, അത് കെയുടേതാവട്ടെ എല്ലിൻ്റേതാവട്ടെ എം ഓർ എൻ, ഏത് ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലായാലും അതിന് മാക്സിമം 2 ഇലക്ട്രോൺസിന് മാത്രമേ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2p എന്ന് പറഞ്ഞാൽ ആ പി സബ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിന് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം എല്ലിൽ 8 ഇലക്ട്രോൺസിന് ടോട്ടൽ അക്കമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 എണ്ണത്തിന് 2sലേക്ക് പോയി, 2s അക്കമഡേറ്റ് ചെയ്തു. അപ്പോൾ ബാക്കി 2pയിൽ അക്കമഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പി സബ് ഷെല്ലിൽ അക്കമഡേറ്റ് ചെയ്യുന്നത് 6 ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി നമ്മൾ എം ഷെല്ലിൻ്റെ കേസ് വരുമ്പം 3s, 3p, 3d ഇതാണ് അതിൻ്റെ സബ് ഷെല്ലുകളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു എസ്സിൽ 2 ഇലക്ട്രോൺസിനാണ് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പിക്ക് 6 ഇലക്ട്രോൺസിന് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എമ്മിൽ ടോട്ടൽ 18 ഇലക്ട്രോൺസിന് എം ഷെല്ല് അക്കമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഇലക്ട്രോൺസ് 3d സബ് ഷെല്ലിലായിരിക്കില്ലേ ഉണ്ടാവുക. സോ 3d സബ് ഷെൽ അല്ലെ, 3d എന്ന് ഉദ്ദേശിക്കുന്നത് ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോൺസിനെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എൻ ഷെല്ലിൻ്റെ കേസിൽ അതിന് 4 സബ് ഷെല്ല് വരുന്നുണ്ട്, 4s, 4p, 4d ആൻഡ് 4f. അപ്പോൾ എസ്സിൽ 2 ഇലക്ട്രോൺസ്, പിയിൽ 6 ഇലക്ട്രോൺസ്, ദെൻ ഡിയിൽ 10 ഇലക്ട്രോൺസ് അക്കമഡേറ്റ് ചെയ്തു. ബാക്കി 4fലേക്ക്, അതായത് എഫ് സബ് ഷെല്ലിന് 14 ഇലക്ട്രോൺസിനാണ് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഓരോ ഷെല്ലിനും അതിന് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതേപോലെ ഓരോ സബ് ഷെല്ലിനും മാക്സിമം അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിനൊരു ലിമിറ്റ് ഉണ്ട്. എസ് സബ് ഷെല്ലിന് അത് 2 ആണ്, ആൻഡ് പി സബ് ഷെല്ലിന് അത് 6 ആണ് വരുന്നത്. ആൻഡ് ഡി സബ് ഷെൽ ക്യാൻ അക്കമഡേറ്റ് 10 ഇലക്ട്രോൺസ് ആൻഡ് എഫ് സബ് ഷെൽ ക്യാൻ അക്കമഡേറ്റ് 14 ഇലക്ട്രോൺസ്. സോ ഓരോ ഷെല്ലിനും അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന
മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതേപോലെ ഓരോ സബ്ഷെല്ലിനും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസ് ഉണ്ട്. സോ S subshell can accommodate maximum of 2 electrons. P subshell can accommodate 6 electrons. D subshell can accommodate 10 electrons and F can accommodate 14 electrons.